നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നടിയാണ് ഭാവന. നമ്മൾ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ ഭാവന പിന്നീട് മോളിവുഡിൻ്റെ മുൻനിര നായികയായി വളരുകയായിരുന്നു. പിന്നീട് ഒട്ടും വൈകാതെ തന്നെ മലയാളത്തിന് പുറമെ ഇതര ഭാഷാ സിനിമകളിലും ഭാവന അഭിനേത്രി എന്ന സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് നാളുകളായി താൻ നേരിട്ട പ്രതിസന്ധികളെല്ലാം സധൈര്യം നേരിട്ടിരുന്നു. ഇപ്പോഴിതാ ഭാവന തനിക്ക് നിരന്തരമായി കേൾക്കേണ്ടി വന്ന അപവാദങ്ങളെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. റൂമേഴ്സ് കേട്ട് ഞെട്ടി ഇപ്പോൾ ഞെട്ടാറില്ല എന്നാണ് ഭാവന പറയുന്നത്. നടൻ അനൂപ് മേനോനുമായി വിവാഹം കഴിഞ്ഞെന്ന് വരെ കേട്ടു. താൻ പലതവണ അബോഷനായെന്ന് വരെ പലരും പറഞ്ഞുവെന്നും ഭാവന പറയുന്നു. റൂമേഴ്സ് കേട്ട് ഞെട്ടാനേ തനിക്ക് സമയമുള്ളൂ. ഞാൻ മരിച്ചുപോയി എന്ന് വരെ കേട്ടിട്ടുണ്ട്. പുറത്തു പറയാൻ കൊള്ളാത്ത പലതും താൻ കേട്ടിട്ടുണ്ട്. അമേരിക്കയിൽ പോയി അബോഷൻ ചെയ്തു, കൊച്ചിയിൽ പോയി ചെയ്തു, അബോഷൻ ചെയ്ത് ഞാൻ മരിച്ചു എന്ന് വരെ കേട്ടു. ഞാനെന്താ പൂച്ചയാണോ? ഇത് കേട്ട് മടുത്തു. അവസാനം ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ അബോഷനാണേൽ ചെയ്തെന്ന് കരുതിക്കോ എന്ന് പറയും. ഒരു സമയത്ത് ഞാനും അനൂപ് മേനോനും കൂടി കല്യാണം കഴിഞ്ഞു എന്ന് വരെയായി. അങ്ങനെ ഞെട്ടി ഇപ്പോൾ ഞെട്ടാറില്ല. കല്യാണം മുടങ്ങി, കല്യാണം കഴിഞ്ഞു, ഡിവോഴ്സായി, തിരിച്ചു വന്നു. അങ്ങനെ കേട്ട് എനിക്ക് വയ്യാതായിരുന്നു. പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് താനും വിചാരിച്ചു. ഇത്തരം വിവാദങ്ങൾക്കിടയിലും ഭാവനയുടെ നടികർ എന്ന സിനിമയാണ് റിലീസിനൊരുങ്ങുന്നത്. ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ടൊവിനോ തോമസ് ആണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, ചന്തു സലീം കുമാർ തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു. ചിത്രം മെയ് 3 തിയേറ്ററുകളിലെത്തും. സിനിമയിലും സോഷ്യൽ മീഡിയയിലും പഴയതിലും ആക്റ്റീവാണ് ഭാവന. എൻ്റെ ഒപ്പുപ്പാക്കൊരു പ്രേമമുണ്ടായിരുന്നെന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്കുള്ള ഇടവേള അവസാനിച്ചുകൊണ്ട് ഭാവന തിരിച്ചെത്തിയത്. നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ കയ്യോടിയോടെയാണ് ഭാവനയെ ഓരോ മലയാളികളും സ്വീകരിച്ചത്. ഇടവേള അവസാനിപ്പിച്ചുകൊണ്ട് എത്തിയ ശേഷം കൈനിറയെ സിനിമകളാണ് താരത്തെ തേടിയെത്തുന്നത്.